ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നൊരു വെറൈറ്റി റെസിപ്പി പരിചയപ്പെട്ടാലോ. ഒരു അടിപൊളി കിടുക്കാച്ച ഒരു ഐറ്റം, നമ്മുടെ ഏഷ്യൻ കഫേയുടെ സ്വന്തം സ്പെഷ്യൽ റെസിപ്പിയായ മട്ടൻ തല വെച്ചിട്ടുള്ള നല്ല അടിപൊളി ഒരു മന്തിയുടെ റെസിപ്പിയാണ്. ഡെഫിനറ്റായിട്ട് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടം. അത്ര സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. റെസിപ്പിയാണ്. ഓക്കെ, ആദ്യം നമ്മുടെ മട്ടൻ്റെ തലയെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കുക്കറിലേക്ക് ഒന്ന് ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ ചെറിയ ഉള്ളി, പച്ചമുളക് ഒക്കെ അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പതുപോലെ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇനി നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുന്നു, ഉപ്പിടുന്നു. ദെൻ കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത ശേഷം വെള്ളത്തിൽ അങ്ങോട്ട് മുക്കി കുളിപ്പിച്ച് നമ്മുടെ മട്ടനെ തല അങ്ങോട്ടിട്ട് അടിപൊളിയായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കുക്കറിലിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ച ശേഷമാണ് നമ്മളതിൻ്റെ ബാക്കി പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ദെൻ നമുക്ക് അതിന് ശേഷം റൈസിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. അതിനായിട്ട് നമ്മളിവിടെ പാത്രം അടുപ്പി വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് അടിപൊളിയായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിനകത്തോട് ബട്ടറാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ ബട്ടർ ആ ചൂട് കിടന്ന് നല്ല അടിപൊളിയായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളിയും ഒക്കെ അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നമ്മൾ നോർമലി മന്തിക്ക് ചേർക്കുന്ന പോലെ തന്നെയുള്ള എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഉണക്ക നാരങ്ങയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, പട്ട, ഗ്രാമ്പൂ, അങ്ങനെ എല്ലാ ഐറ്റംസും അതെല്ലാം കൂടി നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ല അടിപൊളിയായിട്ട് ആ ബട്ടർ കിടന്നൊന്ന് റോസ്റ്റായി വരണം. ഇങ്ങനെ ബട്ടറൊക്കെ അങ്ങോട്ട് തിളച്ച് അതിൽ കിടന്ന് ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമ്മുടെ കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ റൈസ് എടുത്ത് അതുമേലോട്ട് ഒറ്റ തട്ട്. ഇനി എന്താ ചെയ്യണ്ടേ, ഇതിങ്ങനെ കൈവിടാതെ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ദെൻ പതിവ് പോലെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുന്നു, വെള്ളം ഒഴിക്കുന്നു. ഇത് നമ്മളങ്ങ് വറ്റിച്ചെടുക്കുന്നു. നോർമലി നമ്മൾ മന്തി റൈസ് ചെയ്യുന്ന അങ്ങനെയല്ല. അങ്ങനെ അതിനുശേഷം ഇതൊന്ന് തിളയായി വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മട്ടൻ കുക്ക് ചെയ്ത വെള്ളം ഉണ്ടല്ലോ, അത് ഇതിന്മേൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മട്ടൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ വരാനും വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ലേശം നാരങ്ങാനീരും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മുടെ മന്തിയുടെ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാതെ നമ്മുടെ സ്വന്തം തക്കാളി പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ റൈസ് അവിടെ നിന്ന് സെറ്റ് ആയിക്കോളും. ഇനി നമുക്ക് മട്ടനും തല സെറ്റാക്കണ്ടേ, കുക്ക് ചെയ്തെടുത്തിട്ടല്ലേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് കലാപരിപാടിയുടെ ബാക്കിയുണ്ട്. അതിനായിട്ട് നമ്മുടെ പാത്രം എടുത്ത് അടുപ്പ് വയ്ക്കുക. ദെൻ ആവശ്യത്തിന് ഓയിൽ അതുമേലേക്ക് ഒഴിച്ചെടുക്കുക. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന എല്ലാം എടുത്ത് കൊടുക്കുക. നമ്മുടെ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് ചതച്ചതും മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ആവശ്യത്തിന് റൈസിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കിടന്ന് നല്ല സെറ്റാവട്ടെ. ഇതൊന്നും വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ട് വരും. കിടക്കണ കിടപ്പ് കണ്ട എന്താ ഭംഗി നോക്ക്. ഇത് കുറച്ചുകൂടി ഗ്ലാമറാവും. അപ്പോഴത്തേക്കിന് നമുക്ക് റൈസിനകത്ത് കുറച്ച് കലാപരിപാടിയുടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മുടെ റൈസൊന്ന് വെള്ളമൊക്കെ വറ്റി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കവും തക്കാളിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇത് ചോറിൻ്റെ മീതൊക്കെ ഇങ്ങനെ നിരത്തി ഇഷ്ടം പോലെ വെച്ചെടുക്കാം. അവരുടെ ആവശ്യത്തിന് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നാരങ്ങയും റൗണ്ടിൽ നമ്മൾ മുറിച്ചിട്ട് ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ആവശ്യത്തിന് തട്ടിയിട്ടിട്ട് ഇനി ഒരു നല്ലൊരു ഫോയിൽ പേപ്പറൊക്കെ വെച്ച് ഇവനെ ഒന്ന് മൂടി വെച്ച് ഒന്ന് സെറ്റാക്കി എടുക്കണം. ഇനി നമ്മുടെ പതിവ് പരിപാടി പോലെ നമ്മളിതിൻ്റെ ദമ്മങ്ങ് പൊട്ടിക്കുന്നു. കണ്ട സൂപ്പറല്ലേ. ആ വെജിറ്റബിൾസൊക്കെ ആവിയിലിരുന്ന് നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. എല്ലാം കൂടി ഇരുന്ന് ആവിയിലിരുന്ന് സെറ്റായിട്ട് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം എത്തുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം.
ഇനി ഈ റൈസും നമ്മുടെ തലയും എല്ലാം കൂടി നമ്മൾ ദമ്മാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ദമ്മാക്കിയ റൈസ് ശരിക്കും ഇപ്പം പൊട്ടിക്കാൻ പോകണം. ആ തലയിലും റൈസും എല്ലാം കൂടി ഇരുന്ന് ദമ്മായി നല്ല അടിപൊളിയായില്ലേ. ഇപ്പം സെറ്റാണ്. ഇതിനെ നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട്. പരിപാടി ഇത്രയേ ഉള്ളൂ. കണ്ടില്ലേ എന്താ ഭംഗി കാണാനല്ലേ. കഴിക്കാനും പൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആട്ടിൻ തല വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള കിടില മന്തി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ ഏഷ്യൻ കഫേയുടെ സ്വന്തം റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.